Pitapalli Agencies and Swami Sambar Powder, Nallonam Undonam, co-powered by Aditi Sunflower Oil and Sun Tips Tea. Special partner TTK Prestige, GRB Ghee and Prill. രുചിയുള്ള ഒരു വിഭവം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളൊക്കെ തന്നെയായിരിക്കും. ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രജിത്ത് കൈലാസം ആൻഡ് ദീപു നാവായിക്കുളം. നമസ്കാരം ദീപു ചേട്ടാ. നമസ്കാരം പ്രജിത്ത് ചേട്ടാ. ഞാൻ ചേട്ടൻ്റെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ്റെ കണ്ടിട്ടില്ല എന്നാണ്. ഞാൻ ചേട്ടൻ്റെ നേരത്തെ മുതൽ മറ്റേ TV-യിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രംകാരാണോ? രണ്ടുപേരും തിരുവനന്തപുരമാണ്. അപ്പൊ നമുക്കിന്ന് തിരുവനന്തപുരം ആക്സെന്റിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയാലോ? അപ്പൊ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? പാലട പ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏത് പാലട പ്രഥമനല്ലേ? നിങ്ങൾ തമ്മിലൊരു ഉറപ്പ് വന്നിട്ടില്ലേ? അല്ല, നമ്മള് സെറ്റാണ്, സംഭവം സെറ്റാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ഡൗട്ട് ഇങ്ങനെ തോന്നിയപ്പോഴത്തേക്ക് വേറെ വിഷയമൊന്നുമില്ല. അവസാന നിമിഷം മാറ്റണമെന്നൊന്നും തോന്നില്ലല്ലോ? ഇല്ല, കഴിക്കാം, വിശ്വസിച്ച് കഴിക്കാൻ കുഴപ്പമില്ല. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നത് പാലട പ്രഥമനാണ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ആദ്യം തീ കത്തിക്കണം. ഇൻഗ്രീഡിയൻസ് എന്താ വേണ്ടത്? തീ കത്തിച്ചാലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സംഭവത്തിന്റെ ഇൻഗ്രീഡിയൻസ് സംഭവങ്ങൾ, ചേരുവകൾ. പാലട പായസം സ്വാമീസിന്റെ ഒരു മിക്സ് ഉണ്ട്. അപ്പൊ അതിന്റെ നമുക്ക് ഒറ്റയടിക്കാൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വെറുതെ അല്ല തീ കത്തിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടല്ലേ. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മൾ സ്വാമീസിന്റെ പാലട പായസം മിക്സ് ഉപയോഗിച്ചിട്ടാണ് വളരെ എളുപ്പത്തിൽ ഇന്ന് പാലട പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാലോ അല്ലേ? എക്സ്ട്രാ നട്ട്സ് ഉണ്ട് ഇതില്. അതെ, എക്സ്ട്രാ നട്ട്സ് ഉണ്ട്. ഇത് പാചകം ചെയ്യുന്ന ഇടയ്ക്ക് കഴിക്കാനാണ്. അതല്ല, മൊത്തം ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബോറടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എടുത്ത് കഴിക്കാം. ഓക്കെ, റെഡിയാണോ? ശരി, അപ്പൊ നമുക്ക് എന്തായാലും ചടങ്ങിലേക്ക് കടന്നാലോ? ഇനി തീ കത്തിച്ചോ ധൈര്യമായിട്ട്. അത് ശരി, ഇതിപ്പോ ഞാൻ നിന്ന് ഇളക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ അവൻ ചെയ്യുന്ന ഒരേ ഒരു ജോലി ഇതാണ് തോന്നുന്നു. അടുപ്പ് കത്തിക്കാന്ന് പറഞ്ഞോണ്ടിരിക്കണം. മുട്ടയൊക്കെ പൊരിക്കും വീട്ടില്. അതെ, എന്നിട്ട് സക്സസ് ആവാറുണ്ടോ മുട്ട പൊരിച്ചിട്ട്? പുളിയോ അടിപിടിക്കുന്നു. മുട്ട പൊരിയലൊക്കെ പൊളിയണമെങ്കിൽ എന്ത് വിഷയായിരിക്കും? ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സംഭവം റെഡിയായോ നോക്കട്ടെ. ഇവര് ഈസി പണി നോക്കി വന്നതാട്ടോ. പാലൊഴിക്കണം. പാല് സെറ്റായോ നമുക്ക് നോക്കണം. എന്നിട്ടാണ് നമുക്ക് ഇതിനകത്ത് കിടക്കണം. അപ്പം ഐശ്വര്യമായിട്ട് ഒഴിക്കട്ടെ. ഐശ്വര്യമായിട്ട് ഒഴിച്ചു. ഇച്ചിരി ഐശ്വര്യം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പായസത്തിന് ടേസ്റ്റ് ഉണ്ടായാൽ മതി. സംഭവം സെറ്റായി. ഇത് റെഡിയായി വരണം. ചൂടാവണോ? ഇത് ചൂടാവാനല്ല, ഇത് പിന്നെ ഒന്ന് തിളക്കണം. ഉറപ്പല്ലേ? ഉറപ്പാണ്, തിളക്കണ്ടേ. പിന്നെ ഓഫാണേ. ശരി, എന്താണ് ദീപുചാന്റെ വീട്ടിലെ ഓണം വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഓണം വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മള് കലാകാരന്മാരാണല്ലോ. അതെ, കലാകാരന്മാരായതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഇപ്പം പ്രോഗ്രാം ഒക്കെ കുറവാണ്. അപ്പം എന്ത് പറഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം വീട്ടിൽ നിൽക്കാം. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കലാകാരന്മാർ ആ ഒരു നിലയിൽ മിക്കവാറും സന്തോഷവാനായിരിക്കാം. പിന്നെ എന്നാലും ക്യാഷ് പരമായിട്ട് മിക്കവാറും എല്ലാ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വയനാടിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കാം ഇപ്പൊ പ്രോഗ്രാം ഒക്കെ കുറവ് വന്നിട്ടുണ്ടാവും. കുഴപ്പമില്ല, കാരണം അടുത്ത വിഷയത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, നമുക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ. പാല് തിളച്ച് വരുന്നുണ്ട്. പ്രജിത്തേട്ടന്റെ ഓണം വിശേഷങ്ങൾ എങ്ങനെയാണ്? അടുക്കളയിലൊക്കെ കയറാൻ, അടുപ്പ് കത്തിക്കാണെങ്കിൽ അടുക്കളയിൽ കയറാറുണ്ടോ? പിന്നെ ഞാൻ അമ്മയ്ക്ക് തേങ്ങ തിരികെ കൊടുക്കും. ആണോ? പിന്നെ കട്ടൻ ചായ ഇടും, ചിക്കൻ കറി വെച്ച് കുളമാക്കും. അങ്ങനെയുള്ള ചെറിയ പരിപാടികളുണ്ട്. അല്ല, തേങ്ങ ചിരകുന്നൊക്കെ പാളാറുണ്ടോ? തേങ്ങ ചിരകുന്നൊക്കെ പാളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുകൂടും. അത് പാടല്ല, നമ്മളെ വീട്ടിൽ 2 ആമ്പിള്ളേരാണ്. അപ്പൊ അമ്മ നമ്മൾ സഹായിക്കാറുണ്ട്, തേങ്ങ തിരികെ കൊടുക്കാറുണ്ട്. തേങ്ങ ചിരകും. ഓക്കെ, നമ്മുടെ പാല് തിളച്ചു. സക്സസ്. പാല് തിളച്ചിരിക്കുകയാണ്. അടുത്ത സംഭവത്തിലേക്ക് കടക്കാൻ ഇനി അടുത്ത സംഭവത്തിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചാലോ? ഇല്ലെങ്കിൽ പാല് തിളച്ച് പുറത്തേക്ക് പോകും. അതുകൊണ്ടാ കുറച്ചായിരുന്നു, അതാണ് കറങ്ങാത്തത് പിടിച്ചിട്ട്. അപ്പൊ എന്തായാലും ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ എങ്ങനെയാണ്? ഇതിനകത്ത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇതിനകത്ത് നട്ട്സ് ഒക്കെ കൂടുതലാണ്. എക്സ്ട്രാ നട്ട്സ് ഉണ്ട്, നേരത്തെ പറഞ്ഞിരുന്നു നമ്മള്. അപ്പം ഇത് കട്ട് ചെയ്യണം. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് എന്തായാലും ഇത് നോക്കി, ഇത് നട്ട്സ് കൂടുതലുണ്ട്, പൊട്ടി തെറിക്കും, മാറിയില്ല. അഡീഷണൽ ഉണ്ടെന്ന് പറഞ്ഞ നട്ട്സ് അത് കിട്ടും. അഡീഷണൽ ഒക്കെ ഉണ്ട്. അല്ലേ, ധൈര്യമായിട്ട് മേടിക്കാം. മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുതലാവും. പാല് തിളച്ചു. വിടട്ടെ. ഞാൻ പോവാണ്. അടിപൊളി. അതെ, വെറുതെ പറഞ്ഞല്ലോ എക്സ്ട്രാ നട്ട്സ് ഉണ്ടെന്ന്. തീരുന്നില്ല സംഭവം കിട്ടിട്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ, അതായിരിക്കും നല്ലത്.
സംഭവം ഇത്ര എളുപ്പം വരുന്നത്. അതെ. വേറെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ സംഭവം ഇങ്ങനെ പാല് ചൂടാക്കുക, ഈ സംഭവം ഇടുക, സംഭവം സെറ്റ് ആകുക. അതെ. പ്രജിതന്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനുജൻ, അവന്റെ വൈഫ്, കുഞ്ഞ്, വലിയൊരു ഫാമിലിയാണ്. അതെ. അപ്പൊ ഓണം ഭയങ്കര രസമുള്ള ഒരു പരിപാടി ആയിരിക്കുമല്ലോ വീട്ടില്. അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പോവും. അപ്പൊ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാരും ഒരുമിച്ചാണോ? അതെ അതെ. അപ്പൊ ഓണക്കളികളൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെയാണോ? ഈ പ്രാവശ്യം ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനുള്ള ആള് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നേരത്തെ ദീപ് പറഞ്ഞാൽ നമ്മൾ ഈ പരിപാടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ ഈ പ്രാവശ്യം പരിപാടി കുറവായിട്ട് ചിലപ്പോൾ ഓണത്തിനൊക്കെ ഒരു കാര്യം ചെയ്ത് നിനക്ക് ഓണ പരിപാടി ഇല്ലെങ്കിൽ ഇവിടെ 2 പരിപാടി അവതരിപ്പിച്ചോ അല്ലേ? അതെ. അത് നല്ലൊരു തീരുമാനമാണ്. ഇവനും പരിപാടി ചെയ്യും. അല്ല ചെയ്യാം, തീർച്ചയായിട്ടും. അത് നമ്മൾ അങ്ങോട്ടേക്ക് വരുമല്ലോ. ഓക്കെ, പ്രജിത്തേട്ടൻ ആദ്യം തുടങ്ങിയോ. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു മിമിക്രി ആക്കാം. മിമിക്രി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. നമ്മുടെ ജെ എന്ന ചിത്രത്തിലെ കുടസനാട് കനകമ്മയുടെ വോയിസ്. ശരി. അത് ഇതുവരെ ആരും അങ്ങനെ ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. മീനാക്ഷി മോളെ, നീ കേക്കണം കേട്ടോ. അയ്യോ, അടിയൊന്നുമല്ല, ചവിട്ട്. എന്റെ വന്നിരേമ ആരെങ്കിലും ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടെ നിന്ന് അടിയും കൊണ്ട് എന്റെ ഇറക്കം കൊണ്ട് നിങ്ങൾ ഗീരേര പറമ്പില്ല, അവിടെ നിന്നാ പറക്കി എടുത്തോണ്ട് വന്നേ. അടിപൊളി, കലക്കി. ഇനി അടുത്തതാരാ? നീ ഒച്ച അദ്ദേഹം ചെയ്യും. ഓക്കെ, ഇനി ദീപു ചേട്ടനാണ് ഒച്ച ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. സുരാജ് ചേട്ടന്റെ വോയിസ് ചെയ്യാം. ഒന്ന് പോടോ, കൂടി വന്ന മല്ലയ്യ ദശമൂലം ദാമോ എന്ന് പറഞ്ഞു കാണും. അത് കേട്ടതും ഉണ്ണിത്താനൊന്നും ഞെട്ടിയും കാണും. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. കലക്കി. എനിക്കിവിടെ സൈഡിൽ നിന്ന് കേൾക്കുമ്പോൾ ഐ കുഡ് ലിറ്ററലി ഫീൽ ഇറ്റ്. കാരണം സൈഡിൽ സുരാജേട്ടൻ നിൽക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ വല്ലയിടത്തും നോക്കിയാണല്ലോ നിന്നത്. കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വേറെ ആരെങ്കിലും സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യോ? നമുക്ക് പാല് തിളയ്ക്കാൻ ഇനിയും സമയമുണ്ട്. ഇപ്പൊ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു പ്രാങ്ക് കോൾ ചെയ്യുന്നുണ്ട്. ഫീമെയിൽ വോയിസിൽ വിളിച്ചിട്ട്, ഫീമെയിൽ മാത്രമല്ല മെയിൽ വോയിസിലും വിളിച്ച് കുറച്ച് ആൾക്കാരെ പറ്റിക്കുന്ന സംഭവം ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഈ നല്ലോണം നമ്മള് ഉണ്ടോണം അതിന്റെ ഒരു സംഭവം ഫീമെയിലും മെയിലും പറയാം. എല്ലാ പ്രേക്ഷകർക്കും നല്ലോണം ഉണ്ടോണം എന്ന പ്രോഗ്രാമിന്റെ ഓണാശംസകൾ. നല്ലോണം ഉണ്ടോണം, നിങ്ങളുടെ സ്വന്തം സി കേരളത്തിൽ. അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ ഫീമെയിൽ വോയിസ് ചെയ്യുന്ന കേൾക്കാൻ. ചേട്ടൻ വേറെ ഡബ് ചെയ്യാൻ പോവാറുണ്ടോ? അങ്ങനെ ഇത് സുരാജേട്ടനെ കണ്ടാണ് പഠിക്കുന്നത്. ഓ ശരി. ഇതാ 2 പൈസ ഒരുമിച്ച് എനിക്ക് തന്നെ കിട്ടും. മെയില് 2 ഞാൻ തന്നെ ചെയ്യും. അല്ലാതെ എന്തായാലും ഗംഭീരം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഫീമെയിൽ വോയിസിന് ആർക്കെങ്കിലും ഡബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാന് ചെയ്യാറുണ്ട്. വോയിസ് ഫീമെയിൽ ചെയ്യാറുണ്ട്. നവ്യ നായർ ശബ്ദം. നവ്യ നായരുടെ. ചതിക്കാത്ത ചന്തു. ശരി. ചന്തു എന്തൊക്കെയാ പറയണേ? ഒരാളെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞ ആളെ ഞാൻ. ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അവിടെ ബാലാമണി കൂടെ കയറി വന്നിടയ്ക്ക്. അത് നവ്യ ചേച്ചി ചെയ്തപ്പം, എല്ലാ സിനിമയിലും ചെയ്തപ്പോ ജലദോഷം ഉണ്ടായിരുന്നു. ആ സാധനം കയറി വന്ന ഓക്കെ ശരി. എന്തായാലും ഗംഭീരായി. നമ്മുടെ പായസം ഇവിടെ തിളച്ചു. റെഡി ആയിട്ടാ. കൊറേ നട്ട്സ് ഉണ്ട് ഇതില്, കൊറേ നട്ട്സും ബദാം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പാലട പായസം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതിന് മുമ്പേ നമ്മൾ ഈ പാലട ടേസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ വേറെ ഒന്നിനും സമയം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പരിപാടികൾ നമുക്ക് അതിന് മുമ്പേ ചെയ്യാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് സമ്മാനങ്ങൾ തരാനുണ്ട്. ഏറ്റുവാങ്ങാൻ റെഡിയാണോ രണ്ടുപേരും? റെഡി. ഇത് അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സൺ ടിപ്സ് ടീ നൽകുന്ന സമ്മാനം, സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന സമ്മാനം. താങ്ക് യു. നീ പറയടേ, നീ കൂടെ പറയടേ, ഞാൻ മാത്രം പറയാം. നീ പറഞ്ഞു. തന്നില്ല. ഇത് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം. ഓക്കെ, അപ്പൊ നമ്മള് ഇനി നമുക്ക് പായസം കഴിപ്പിലേക്ക് കിടക്കാം. പാലട പായസം അല്ലേ? അത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരു ട്രിവാൻഡ്രം സ്പെഷ്യൽ സാധനം ഇല്ലാതെ എന്ത് പാലടാ എന്റെ കയ്യിലുണ്ടേ. ഞാൻ ഇന്ന് ബോളിയായിട്ടാണ് പാലട പായസം കുടിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. നമുക്ക് ട്രൈ ചെയ്താലോ ചേട്ടാ? തീർച്ചയായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം. ഒഴിച്ചോളാം. ഇത് നമ്മള് എന്തായാലും കമത്തിക്കോ? അല്ല, ഒറ്റ ഇതില് കമത്തണോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു താരത്തിന്റെ ശബ്ദത്തിൽ നമുക്ക് കൊടുത്താലോ? ഓക്കെ ശരി. ഭീമന്റെ ചേട്ടന്റെ ഒരു ഡയലോഗിൽ തന്നെ സംഭവം കൊടുക്കാം. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് ഈ ബോളിയിലേക്ക് ഈ ഒരു പാലട പ്രഥമനം കഴിക്കുമല്ലോ. കഴിക്കാം ചേട്ടാ. ഓക്കെ, പിന്നെ ഒരു കാര്യം, കഴിക്കുമ്പോ ഇത് നിന്നേ കഴിക്കാവൂ. എനിക്ക് അതാ ഇഷ്ടം. ഓക്കെ ചേട്ടാ, കഴിക്കട്ടെ. ധൈര്യമായിട്ട് ഒരു പാട്ട് കൂടെ ആയാലോ? ഏട്ടയ്ക്ക് കുഴപ്പമില്ല, കഴിച്ചോ. കൈ വെക്കാമോ? ധൈര്യമായിട്ട്. നമുക്ക് 3 പേർക്ക് മാത്രമുള്ളത്, വേറെ ആരും ഇതിവിടെ കഴിക്കാൻ. അതെ, നമ്മള് റെഡിയാക്കിയല്ലേ. കൊള്ളാട്ടോ, അടിപൊളി. ഞാൻ റെഡിയാക്കിയ സംഭവത്തിൽ ഇത്ര ടേസ്റ്റ്. സത്യം കഴിച്ചോ. ആളുകൾക്ക് വരെ അത്ഭുതമായിട്ടുണ്ട്.
സോറി. അപ്പൊ ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വർത്താനം പറയാനൊന്നും ഇനി അധികം സമയമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നോളൂ. അപ്പോഴത്തേക്ക് ഞങ്ങളിത് ഫിനിഷ് ചെയ്യാം. Pittapalil Agencies and Swami Sambar Powder, Nallonam Undonam, co-powered by Aditi Sunflower Oil and Suntips Tea. Special partner TTK Prestige, GRB Ghee and Prill. ഇപ്പൊ എന്റെ ടേബിളിൽ ഇവിടെ 2 പ്ലേറ്റിലായിട്ട് കുറച്ച് തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ട്. ഗെയിം എന്താണെന്ന് ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഓഡിയൻസിന്ന് ധൈര്യമുള്ള 2 പേരെ വേണം. ഓക്കെ, അപ്പൊ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് 2 പേരെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേരെന്താ? ഗംഗ. വീട് ഇവിടെ തന്നെയാണോ? തുപ്പണിത്തുറയിലാണോ? പുതിയകാവ് തന്നെയാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? ബ്യൂട്ടീഷ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് പച്ച ഉടുപ്പിട്ട ചേച്ചിയുടെ പേരെന്താ? ചേച്ചി എന്താ ചെയ്യുന്നേ? കുക്കാണ്. ചേച്ചി എന്തിന്റെയോ വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഞാൻ കേരളത്തിലെ സംരംഭകരിൽ 129 അമ്മമാരിൽ ഒരാളാണ്. വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് എന്റെ അടുത്ത് നിൽക്കുന്നത്. അടിപൊളി. അപ്പം നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് 2 പേരെ മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ 2 തണ്ണിമത്തം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ ആദ്യം തോന്നുന്നത്? തിന്നാൻ തോന്നും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തീറ്റ മത്സരം വെക്കുകയാണ് ഇവിടെ. അതായത് നിങ്ങൾ 2 തമ്മിലല്ല മത്സരിക്കാൻ പോകുന്നത്. നിങ്ങളെ പോലെ വേറെ 2 പേരും കൂടെ വേറൊരു ടീമായിട്ട് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ 2 പേരും ഒരു ടീമാണ്. പക്ഷേ ഒരു സമയത്ത് ഒരാൾക്കേ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ടൈമർ വെക്കും. ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ തണ്ണിമത്തൻ കഴിക്കുന്നത് ഏത് ടീമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. കഴിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ അടിപൊളി. ഇപ്പൊ ചേച്ചിയാണ് ആദ്യം കഴിക്കുന്നതെങ്കിൽ ചേച്ചിക്ക് കഴിച്ചു മടുത്തുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് പാസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കഴിയുമ്പോൾ ചേച്ചി കഴിക്കാം. മത്സരത്തിലേക്ക് കിടക്കാൻ 2 പേരും റെഡിയാണോ? റെഡിയാണ്. ആദ്യം ആരാ തുടങ്ങുന്നത്? വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഉള്ളപ്പോ ഞാൻ വെറുതെ ആരോടാ ചോദിക്കുന്നത്? അതാണ് സ്പിരിറ്റ്. വെറുതെ അല്ല വേൾഡ് റെക്കോർഡ് കിട്ടിയത്. അപ്പൊ മൈക്ക് താഴെ വെച്ചോളൂ, നമുക്ക് തുടങ്ങാം. And the time starts now. നല്ലൊരു കൈഡി കൊടുക്കാം. ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണണം. നല്ലൊരു കൈഡി കൊടുക്കൂ പ്ലീസ്. പെട്ടെന്നായിക്കോട്ടെ. ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ കഴിച്ചു തീർക്കുന്ന ടീമിനാണ് സമ്മാനം. മാക്സിമം കഴിച്ചു, ഒന്നും നോക്കണ്ട. ചേച്ചി അവിടെ നിന്ന് കഴിച്ചു. ഇഷ്ടമായി തോന്നുന്നു. നല്ല മധുരമുള്ള തണ്ണിമത്തൻ അല്ലേ? കഴിക്കണം തോന്നുമ്പോ പറയണം കേട്ടോ. ചേച്ചി ഇവിടെ 3 എണ്ണം കഴിച്ചു കഴിഞ്ഞു. നല്ലൊരു കൈഡി കൊടുക്കൂ പ്ലീസ്. പാസ് ചെയ്യണോ? കഴിച്ചോ. വേഗട്ടെ. ഇവിടെ അതാ, അത് ശരി. വേൾഡ് റെക്കോർഡ് ഹോൾഡർ കഴിച്ചതിനൊക്കെ സ്പീഡിലാണല്ലോ കഴിക്കുന്നത്. വേഗം ആയിക്കോട്ടെ. വയറ് നിറയാണെങ്കിൽ അപ്പം റെക്കോർഡ് ഹോൾഡറിനെ പാസ് ചെയ്യണം കേട്ടോ. എല്ലാവരും നല്ലൊരു കൈഡി കൊടുക്കും കേട്ടോ. പെട്ടെന്നായിക്കോട്ടെ. പാസ് ചെയ്യണമെങ്കിൽ കഴിക്കാം. അവിടെ കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കാം. അടിപൊളി. ദേ ഇവിടെ ഇനി ഈ പ്ലേറ്റിൽ വെറും 2 തണ്ണിമത്തൻ മാത്രമാണ് ബാക്കിയുള്ളത്. 2 കഷ്ണം. ഇവിടെ കുറച്ചധികം ഉണ്ട്. സപ്പോർട്ട് വേണോ? അത് ഇത്തിരി വലുതാണ്. അതാ വലുതിന്. ഏറ്റവും ലാസ്റ്റ് വലുത് കഴിക്കുകയാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. ഏറ്റവും വലിയ പീസ് കഴിച്ചോണ്ടിരിക്കുകയാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. പാസ് ചെയ്യണോ? അതുകൂടെ കഴിച്ചിട്ട് പാസ് ചെയ്തേ. അത് കഴിഞ്ഞാൽ ഇവിടെ പാസ് വരും. തുടങ്ങിക്കോണം. പടലം നമ്മൾ തിന്നാണ്. കഴിഞ്ഞു. പെട്ടെന്ന് കഴിച്ചു. സപ്പോർട്ട് വേണോ? ചേച്ചിക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ പിടിക്കാം. കഴിച്ചോ. ഒരു വേൾഡ് റെക്കോർഡ് വിന്നറാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതെ, ഇത് വേൾഡ് റെക്കോർഡ് ആയി എന്നാണ് ചേച്ചി പറയുന്നത്. അതുകൊണ്ടാണ് ഈ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നായിക്കോട്ടെ. നല്ലൊരു കൈഡി കൊടുക്കാട്ടോ. അവസാനത്തെ കഷ്ണത്തിലേക്ക് കടക്കാൻ പോവാണ്. അവസാനത്തെ കഷ്ണം കഴിക്കാവോ എന്ന് ചോദിക്കുന്നു. അതെ, ചേച്ചിയോട് ആർക്കും കഴിക്കാൻ പറ്റില്ല. ലാസ്റ്റ് പീസാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ എത്ര സമയം എടുത്തു എന്ന് നമുക്ക് അറിയാൻ പറ്റും. പെട്ടെന്നായിക്കോട്ടെ. മതിയായോ? നിർത്തിയോ? ഓക്കെ, അപ്പൊ നമ്മുടെ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 6 മിനിറ്റ് 45 സെക്കൻഡ്സ് ആണ് ഈ മത്സരം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരും കൂടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത വരുന്ന ടീം ഇത് കൂടുതൽ സമയം എടുത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. 2 ആൺതരികൾ എത്തിയിരിക്കുകയാണ് ഇവിടെ. ചേട്ടാ പേരെന്താണ്? സേവിയർ. ചേട്ടന്റെ? സുരേഷ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആരാ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? സേവിയർ ഏട്ടൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ലൊരു കൈഡി കൊടുക്കാട്ടോ. അതാണ് സ്പിരിറ്റ്. അടിപൊളി. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ തണ്ണിമത്തനിലേക്ക് എത്തി. ചേട്ടൻ എപ്പോഴെങ്കിലും തളർന്നു പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുരേഷിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. സുരേഷിനെ ബാക്കി പിടിച്ചോളും അല്ലേ? നടക്കട്ടെ പെട്ടെന്ന്. അമ്പടാ, ഇവിടെ 3 എണ്ണം കംപ്ലീറ്റ് ചെയ്തോ. ഇത്രയും തീർന്നു ഞാൻ വിചാരിച്ചില്ല. അടിപൊളി. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് തണ്ണിമത്തൻ പീസ് എടുത്തിട്ടുണ്ട്.
നല്ലൊരു കൈഡിയാവാം, ഗംഭീര കൈഡിയാവാം. വേണോ? അടുത്ത ആൾക്ക് കൊടുക്കണോ? പാസ് ചെയ്യണോ? പാസ് ചെയ്യണോ അല്ലേ? ഓക്കെ ഓക്കെ. വെയിറ്റ്, ചേട്ടൻ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കഴിക്കാം. ചേട്ടൻ നിർത്തിയാലേ കഴിക്കാൻ പറ്റുള്ളൂ. ആ തണ്ണിമത്തൻ കൂടെ ഫിനിഷ് ചെയ്യാൻ പറ്റിയ അടിപൊളി. ഒരു ഒറ്റ കടിയുടെ കൂടെ കാര്യമുള്ളൂ. ആ സെറ്റ്. ഇല്ലല്ല, ആ പിന്നല്ല, അങ്ങനൊന്നും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ധൈര്യമായിട്ട് കഴിച്ചോ കഴിച്ചോ, പോരട്ടെ. ആ ഇനി ഓക്കെ ഓക്കെ. ഇനി സുരേഷന്റെ കൂടാണ്. പെട്ടെന്ന് ആയിക്കോട്ടെ. അതായി ശരി, കളിച്ചിട്ടല്ല. തണ്ണിമത്തനോട് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെയാണ് ചേട്ടൻ കഴിക്കുന്നത്. നല്ലൊരു കൈഡി കൊടുക്കാം. ഗംഭീര തീറ്റാണ് ഇവിടെ തന്നോണ്ടിരിക്കുന്നത്. ഇനി വെറും ഒരൊറ്റ പീസ് തണ്ണിമത്തൻ മാത്രമേ ഇതിനകത്ത് ബാക്കിയുള്ളൂ. അടിപൊളി. ആ കൈ അടിച്ചങ്ങോട്ട് കഷ്ടപ്പെട്ട് കഴിച്ചതാണ് ഞാൻ. അപ്പൊ ഇവരെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വിന്നേഴ്സിനെ നമുക്ക് അനൗൺസ് ചെയ്യാം. അപ്പൊ സമയം എത്രയാന്ന് അറിഞ്ഞാലോ? ഇവരെടുത്തിരിക്കുന്ന സമയം 4 മിനിറ്റ് 50 സെക്കൻഡുകൾ മാത്രം. അങ്ങനെ ഈ ഒരു ചാലഞ്ചിൽ സുരേഷ് ഏട്ടനും സേവ്യർ ഏട്ടനും വിജയികളായി ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നല്ലൊരു കൈ കൊടുക്കാം. ഇത് സ്വാമി സാമ്പാർ പൗഡറിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. വാങ്ങിച്ചോളൂ. ഇത് സൺ ടിപ്സ് ടീ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഇത് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം. ഇത് അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന സമ്മാനം. പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ, നല്ലോണം ഉണ്ടോണം, co-powered by അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ണർ TTK Prestige, GRB Ghee ആൻഡ് Prill. നമ്മൾ ഇനി അടുത്തൊരു മത്സരത്തിലേക്ക് കടക്കാണ്. ഇത് ഇവിടെ കസേരയൊക്കെ നിരത്തിയിട്ടുണ്ട്. നിരത്തിയല്ല, വട്ടത്തിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കസേരകളി ഇല്ലാതെ എന്തോണം. എനിക്കും കസേരകളിയാണ് ഏറ്റവും ഫേവറേറ്റ്. അപ്പൊ ഞാൻ ഓർത്തു എന്റെ ഫേവറേറ്റ് ഗെയിം തന്നെ അടുത്തത് കേട്ടാം എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 6 കസേരയുണ്ട്. നമുക്ക് 7 പേരെ ആവശ്യമുണ്ട്. അപ്പൊ ധൈര്യമുള്ള 7 പേര്, കസേര കളിക്കാൻ ആഗ്രഹമുള്ള 7 പേര് വന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോകാം. എല്ലാവരും റെഡി അല്ലേ? ഉഷാറൊരു കൈഡി കൊടുത്ത എല്ലാവർക്കും, എന്നാലേ അവർക്ക് ഓടാനൊക്കെ ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് മ്യൂസിക് ഇടാം. റെഡി, 1 2 3 ഗോ. ഓടിക്കോ ഓടിക്കോ. ഓടണം, ആരും നടക്കരുത്. അയ്യോ സാരമില്ല. ചേച്ചിയുടെ പേരെന്താ? വിജയശ്രീ. ഓക്കെ, വിജയശ്രീയിൽ ആളിതാവാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതിന് തുല്യല്ലേ? അത്രേ ഉള്ളൂ. ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് വന്നില്ലേ 7 പേരിൽ ഒരാളായിട്ടല്ലേ? അത്രേ ഉള്ളൂ. വിജയശ്രീ ചേച്ചിക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. നമുക്കപ്പോ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണല്ലോ? റെഡി, 1 2 3 ഗോ. ഓടണേ, ആരും നടക്കരുത്. കസേരയിൽ പിടിക്കാൻ പാടില്ല. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അയ്യോ. റെഡി, 1 2 3 ഗോ. ഓടോട്, ഓടുന്ന പോലെ അഭിനയിക്കല്ലേ. ഓട് 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 ഓട്. ഇവിടെ നല്ല സ്പേസ് ഉണ്ടേ. ഓട് ഓട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഞാൻ വീണ്ടും പറയാണ്, ഓടണം കേട്ടോ. ഇവിടെ പലരും ഓടുന്ന പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുക, ഓടുന്നില്ല. നിങ്ങളുടെ ഇടയിലൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഓടണം കേട്ടോ, ഉറപ്പാണേ. അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ്. റെഡി, 1 2 3 ഗോ. ഓടിക്കോ 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 ഓടിക്കോ. ഓടണേ, നടക്കരുത്. കസേര പിടിക്കരുത്, കസേര പിടിക്കരുത്. ഇനി വെറും 2 കസേര മാത്രം. ആ 2 കസേരയ്ക്ക് വേണ്ടി 3 പേരാണ് ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. എന്തായാലും നമ്മുടെ കസേരകളിൽ ഒരാൾക്കേ വിജയമാവാൻ പറ്റുള്ളൂ. അപ്പൊ 2 കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. റെഡി, 1 2 3 ഗോ. ഓടിക്കോ, 3 പേരേ ഉള്ളൂ. നല്ല സ്പേസ് കാണാൻ പറ്റും നടന്ന. ആ ഓട് ഓട് ഓട്. അയ്യോ, ഇനി ഒരൊറ്റ കസേര മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ 2 പേര് മത്സരിക്കാൻ പോകുന്നത്. ആ ഒരു കസേര ആരുടെ സ്വന്തമാവും നമുക്ക് നോക്കാം. റെഡി, 1 2 3 ഗോ. ഓടിക്കോ ഓടിക്കോ.
ലാളിതയായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്തും തോന്നുന്നു? സന്തോഷം തോന്നുന്നു. നമ്മൾ ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അതാണ് നമുക്ക് വേണ്ടത്. ഓണത്തോടനുബന്ധിച്ച് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി. ഓക്കെ, അപ്പൊ നമുക്ക് സമ്മാനം വേണ്ടേ? വേണം. ഓക്കെ, അപ്പൊ എന്തായാലും ഗംഗ ചേച്ചി താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ കസേരകളിൽ വിജയിച്ചതാ ഇവിടെ ശിവ ചേച്ചി നിൽക്കാണ്. ശിവ ചേച്ചി സമ്മാനം തരട്ടെ? എന്റെ മോളെയും കൂടി ഒന്ന് വിളിച്ചോളാം. ഓക്കെ, മോള് വന്നോളൂ. എന്താ സുന്ദരക്കുട്ടിയുടെ പേര്? ഗയ. അപ്പൊ നമുക്ക് ആന്റിയുടെ കൂടെ ഒന്ന് സമ്മാനം മേടിക്കാം. ഓക്കെ, റെഡി? ഇത് സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഇത് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം. ഇത് സൺ ടിപ്സ് ടീ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഇത് അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഗയക്കുട്ട സന്തോഷമായോ? സന്തോഷായി. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒത്തിരി കോമ്പറ്റീഷൻസ് വരാനുണ്ട്. അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓണൊക്കെ എന്തായാലും ഗംഭീരാവട്ടെ. ഓക്കെ, താങ്ക് യു.